റസൂലുള്ളാഹിക്ക് ഏറ്റവും ഹാപ്പി ഉണ്ടായ സന്ദർഭം ഏതാ? ഏഴാനാകാശവും കടന്ന് അള്ളാഹു കണക്കാക്കിയ സ്ഥലത്തെത്തി അള്ളാഹുവിനെ നേരെ കണ്ണുകൊണ്ട് കണ്ടു. ഉടനെ സംസാരം തുടങ്ങി. അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ആ അവസരത്തിൽ സഹാബത്ത് പിന്നീട് വന്നപ്പോൾ ചോദിച്ചു, അള്ളാഹനെ കണ്ടോ? അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടോ? കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, ദൃഷ്ടികൾക്ക് കാണാനാവില്ല, അവനാണെങ്കിൽ എല്ലാ ദൃഷ്ടികളെയും കാണുന്നു. അല്ലാഹുവിനെ നാളെ പരലോകത്ത് വെച്ചാണ് മുഅ്മിനുകൾ നേർക്കുനേരെ കാണുക. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ കണ്ടോ കണ്ടില്ലേ നേർക്കുനേരെ എന്ന അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലോകത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചത് തിരിച്ചൊരു ചോദ്യമാണ്. നബി തിരുമേനി തിരിച്ചൊരു ചോദ്യമാണ് അത് ചോദിച്ചയാളോട് ചോദിച്ചത്. നൂറുൻ അന്നാറ, നൂറുൻ അന്നാറ, പ്രകാശം. ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണാനാണ്? ഞാൻ എങ്ങനെ നോക്കാനാ? എനിക്ക് എങ്ങനെ കാണാനാ? അത് കണ്ടില്ല എന്നർത്ഥം. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോടൊന്ന് പറഞ്ഞില്ലേ, അല്ലാ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മൂസ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടല്ലോ. അള്ളാഹ് എന്താ പറഞ്ഞത്? ലൻ തറാനി, മൂസ എന്നെ കാണാൻ കഴിയില്ല, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാം പിന്നെ ആവശ്യപ്പെട്ടു പറഞ്ഞു, എങ്കിൽ വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കം വഖറ മൂസ സൈഖാ. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, മൂസ കാണാൻ കഴിയൂല. പിന്നെയും മൂസ അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിച്ചപ്പോൾ പറഞ്ഞു, നാ പർവ്വതത്തിലേക്ക് നോക്കിക്കോ, ആ പർവ്വതം അവിടെ ഉണ്ടോ? എനിക്ക് എന്നെ കാണാം. മൂസ നബി അലൈഹിസ്സലാമിനോട് അത് പറയലും അള്ളാഹുവിന്റെ പ്രത്യേകമായ വെളിപാട് ആ പർവ്വത മുകളിൽ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, പർവ്വതത്തിലേക്ക് ഒരു വെളിപാട് ഉണ്ടായപ്പോഴേക്ക് തന്നെ ജഅലഹു ദക്ക, ആ മലയങ്ങ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയി. ഈ രംഗം കാണേണ്ട താമസം. വഖറ മൂസ സൈഖാ, മൂസാ നബി അലൈഹിസ്സലാം അബോധാവസ്ഥയിൽ തന്നെ വീണുപോയി. താങ്ങാനാവൂല, ഭൗതിക ലോകത്തുള്ള ഒരു കണ്ണുകൾക്കും റബ്ബിനെ താങ്ങാനാവൂല. ഇനി ഒരു നാളെ മഹ്ശറിൽ വെച്ച് മാത്രം മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹുവിനെ കാണാൻ കഴിയും. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞല്ലോ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങളന്ന് വെട്ടിത്തിളങ്ങും, ശോഭയോടെ തിളങ്ങും, നല്ല പ്രസന്ന മുഖങ്ങളായിരിക്കും, നല്ല നദറത്തുണ്ടാകും ആ മുഖത്ത്. എന്താ കാരണം? ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിലേക്ക് നദറത്തുണ്ടായതുകൊണ്ടാണ്, അല്ലാഹനെ കണ്ടതുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, പ്രവാചകരെ അവനെ കാണാൻ കഴിയോ? നിങ്ങൾക്ക് എന്താ സംശയം? നിങ്ങൾക്ക് എന്താ സംശയം? അവിടുന്ന് ചോദിച്ചു, പരിപൂർണമായ നിലാവ് പൊഴിക്കുന്ന ഒരു രാത്രിയിൽ വാനലോകത്ത് തിളങ്ങി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, പൂനിലാവ് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായ ബദറിനെ, പൂർണ്ണചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തുലാമൂന ഫീ റുഅയതിഹി, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല മറയും വല്ല പിന്നെ അവ്യക്തതയുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഇല്ലല്ലോ, വളരെ വ്യക്തമായ ചന്ദ്രൻ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇന്നകും സതറൗന റബ്ബകും, നിശ്ചയം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണും. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു അനുഗ്രഹം കിട്ടുന്നവരാണ് മുഅ്മിനുകൾ. മുനാഫിഖിനും കാഫിറിനും ആ അനുഗ്രഹമില്ല. ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അവരുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവർ തന്നെയാണ്. അവർക്കും റബ്ബിനുമിടയിൽ മറയിടപ്പെടുക തന്നെ ചെയ്യും, കാണാനാവില്ല. സത്യവിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗീയ സുഖങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞെടുത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുണ്ട് സ്വർഗമുണ്ട്. ലില്ലദീന അഹ്സനു, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കുണ്ട് അൽ ഹുസ്നാ, സ്വർഗമുണ്ട്. വസിയാദത്തുൻ, വർധനവുമുണ്ട്. സ്വർഗത്തെക്കാൾ പറഞ്ഞ എന്താ ഒരു വർധന? അത് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അത് വിശദീകരിച്ചു പ്രവാചകന്റെ നിന്ന് കിട്ടിയ ഇൽമു പ്രകാരം. എന്താ പറഞ്ഞത്? ആ വർധനവ് എന്ന് പറഞ്ഞാൽ അന്നദറു ഇലാ വജ്ഹില്ലാഹ്, അല്ലാഹനെ കാണുക എന്നുള്ളതാണ്. അല്ലാഹനെ കാണുക എന്നുള്ളത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലെ എല്ലാ സുഖവും സൗകര്യമൊക്കെ കൊടുത്തിട്ട് അല്ലാഹു ചോദിക്കും, നമുക്ക് മതിയായില്ലേ, ഇനി വല്ലതും വേണോ? അപ്പൊ അവസാനം മോമിനീങ്ങളൊക്കെ കൂടി പറയും, പഠിച്ചോനെ മതിയായിട്ടില്ല, ഇനി എന്താ വേണ്ടത്? ഞങ്ങളൊക്കെ നിന്നൊന്ന് കാണണം. ആ കാഴ്ച ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ സമാപന ആയത്ത്. ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, നല്ല നല്ല കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിന് നൽകുന്ന ആരാധനകളിൽ മറ്റൊരാളെയും ഒരൽപ്പം പോലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ജീവിച്ചാൽ അല്ലാഹുവിനെ കാണാം എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ കണ്ടുപോയില്ലേ?
പ്രവാചക തിരുമേനിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടുവോ? പ്രവാചകൻ തിരിച്ചൊരു ചോദ്യമാണ്, നൂറുൻ അന്നാറാ, ഒരു പ്രകാശം, ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ നോക്കാനാണ്, എനിക്കെങ്ങനെ കാണാനാണ്?